Hi all, welcome to biology classes. Today we have to discuss about the replication in prokaryotes ആണ്. അപ്പോൾ പ്രൊക്കാരിയോട്സിലെ റെപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം അല്ലേ. അപ്പോൾ പ്രൊക്കാരിയോട്സിൽ റെപ്ലിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? സർക്കുലർ ഡി എൻ എ ആണ് അല്ലേ. അപ്പോൾ ഈ സർക്കുലർ ഡി എൻ എയിൽ റെപ്ലിക്കേഷൻ നടക്കുന്ന ഒരു പോർഷനെ നമ്മൾ പറയാം ഏതാണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റിംഗ് സൈറ്റ് ആയിട്ടുള്ള ORIC എന്നാണ് പറയാം. ഇത് യുക്കാരിയോട്സിലാണെങ്കിൽ നമ്മൾ ഇതിനെ പറയും ARS എന്നാ പറയാം അല്ലെ. റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സൈക്കിൾ നമ്മൾ യുക്കാരിയോട്സിലാണെങ്കിൽ ARS എന്ന് പറയും, പ്രൊക്കാരിയോട്സിൽ ORIC എന്ന് പറയും അല്ലെ. എന്നിട്ട് ഇനി പ്രൊക്കാരിയോട്സിൽ റെപ്ലിക്കേഷൻ ഇനീഷ്യേഷനെ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാ? ഇനീഷ്യേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് DNA ആണ് അല്ലെ. യുക്കാരിയോട്സിലാണെങ്കിൽ നമ്മുടെ ഇനീഷ്യേറ്റിംഗ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏതാണ്? ORC-ATP കോംപ്ലക്സ് ആണ് അല്ലെ. അപ്പോൾ 2 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. പ്രൊക്കാരിയോട്സില് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റഡ് സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ORIC ആണ്. ARS ആണ് യുക്കാരിയോട്സില്. ഇനീഷ്യേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് DNA ആണ് പ്രൊക്കാരിയോട്സില്. യുക്കാരിയോട്ടില് ORC-ATP കോംപ്ലക്സ് ആണ് അല്ലെ. അപ്പോൾ ഇതാണ് റെപ്ലിക്കേഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ. അതായത് ഒരു സർക്കുലർ DNA നിന്ന് 2 ഡോട്ടർ സെൽസ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതില് റെപ്ലിക്കേഷൻ initiate at the bacterial origin when a cell places a critical threshold of size mass triggered by growth 1 phase protein synthesis. റെപ്ലിക്കേഷൻ ഇൻ ബാക്ടീരിയ ഈസ്, നമുക്കറിയാം നമ്മൾ ഇന്റർഫേസിൽ എസ് ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുക അല്ലെ. റെപ്ലിക്കേഷൻ ബാക്ടീരിയ ട്രിഗേർഡ് അറ്റ് എ സിംഗിൾ ഒറിജിൻ. പിന്നെ ഇവിടെ പ്രത്യേകത, യുക്കാരിയോട്സിൽ റെപ്ലിക്കേഷൻ നടക്കുന്ന ഒറിജിൻ എന്താണ്? സിംഗിൾ ഒറിജിൻ അല്ല, മൾട്ടിപ്പിൾ ഒറിജിൻ ആണ്. പക്ഷെ പ്രോകാരിയോട്സിന്റെ പ്രത്യേകത റെപ്ലിക്കേഷൻ takes place in a single origin ആണ് അല്ലെ. Each haploid of bacterium typically has a single chromosome. So this type of replication control is called single copy എന്നാ പറയാം. ഓക്കെ, ഇനി നമ്മൾ പ്രൊക്കാരിയോട്സിന്റെ പ്രത്യേകതയിലേക്ക് പോവാണ്. നമ്മുടെ എന്താണ് റെപ്ലിക്കേഷൻ നടക്കുന്ന ORIC-ന്റെ പ്രത്യേകത. ഓക്കെ, ORIC ഓഫ് ഈക്വളൈ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ORIC-യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം അല്ലെ. അപ്പോൾ ORIC-യിൽ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട്? ഒരു 3 30-mer സീക്വൻസസുകളും 1 2 3 4 5 5 എന്താണ് 5 9-mer സീക്വൻസസുകളും ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് 13-mer സീക്വൻസസ് എന്ന് പറഞ്ഞാൽ GAT, CT, NTT, NTTTT ഇങ്ങനെ 13 സീക്വൻസുകൾ, ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളുള്ള മെർ സീക്വൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 9 ന്യൂക്ലിയോടൈഡ് സീക്വൻസസുകളുള്ള എന്താ അതിനെ പറയാ 5 മെർ സീക്വൻസസുകളും ഉണ്ട് അല്ലെ. അപ്പോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 സീക്വൻസസുകൾ. അപ്പൊ എന്താണ് 13 സീക്വൻസസുകളും ഉണ്ട്. അത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. 5 9-mer സീക്വൻസസുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റെപ്ലിക്കേഷൻ നടക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. ഈ റെപ്ലിക്കേഷൻ നടക്കുന്ന ഓറൈ സൈറ്റിന്റെ പ്രത്യേകത, ഈ റീജിയന്റെ പ്രത്യേകത, ഇതിൽ ഏകദേശം 242 മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 245 ബേസ് പെയർ സീക്വൻസസുകളുള്ള ഒരു റീജിയൻ ആണ് ORIC എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട്? 3 30-mer സീക്വൻസസുകളും 5 9-mer സീക്വൻസസുകളും ഉണ്ട് അല്ലെ. 30-mer സീക്വൻസസിന്റെ 13 ബേസ് പെയർ സീക്വൻസസ് എങ്ങനെയാണ്? GAT, CT, പഠിക്കാൻ സുഖാണ്. GAT, CT, NTT, NTTT. ഓക്കെ, അപ്പൊ എന്താണ് GAT, CT, NTT, N, പിന്നെ 4 ടീം കൂടി ആയാൽ 13 നമ്പർ ബേസ് പെയർ ഉള്ള സീക്വൻസ് ആവും. ഓക്കെ, ഇനി 9 ബേസ് പെയർ സീക്വൻസസുകളുടെ പ്രത്യേകത TTA, TNC, ACC. അപ്പോൾ TT കഴിഞ്ഞിട്ട് A ആയിരിക്കാം, തൈമിനും ആയിരിക്കാം. അതുകൊണ്ടാണ് A or T എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് 9, അതായത് ഐദർ A അല്ലെങ്കിൽ T, രണ്ടും വരില്ല. അപ്പൊ 10 ബേസ് പെയർ സീക്വൻസസ് ആവുള്ളൂ. അപ്പൊ 9-mer ബേസ് പെയർ സീക്വൻസസ് എന്ന് പറയുമ്പോൾ TT, A or T, TN, CA, CC. ഇതാണ് 9-mer സീക്വൻസസുകൾ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രത്യേകത എന്താണ് പ്രത്യേകത? ഇതൊരു കൺസെൻസസ് സീക്വൻസസ് ആണ്. രണ്ടും കൺസെൻസസ് സീക്വൻസസുകളാണ് അല്ലെ. ഇവിടെ എന്താണ്? ഇവിടെ DNA പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലെ. എന്താണ് നമ്മൾ DNA പ്രോട്ടീന്റെ പ്രത്യേകത പറഞ്ഞത്? ഇനീഷ്യേറ്റർ പ്രോട്ടീൻ അല്ലെ. ഇനീഷ്യേറ്റർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്ന സൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? 9-mer സീക്വൻസസുകൾ എന്ന് പറയാം. അത് 5 എണ്ണം ഉണ്ട് അല്ലെ.
അപ്പൊ എന്താണ് DNA പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ്, സീക്വൻസുകളാണ്. ഇനി എന്താണ് നമ്മുടെ 13 സീക്വൻസസിന്റെ പ്രത്യേകത? 13 സീക്വൻസസിന്റെ പ്രത്യേകതയാണ് എന്താണ്? DUE ആണ് അല്ലെ, DNA അൺബൈൻഡിങ് എലമെന്റ്. അപ്പൊ എന്താ ദിസ് റീജിയൻ? എവിടെയാണ് DNA അൺവൈൻഡിങ് സംഭവിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത്? ഈ ORC എന്ന് പറയുന്ന ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നടക്കുന്ന ഇത്രയും 245 ബേസ് പെയർ അടങ്ങുന്ന ഈ സീക്വൻസസിലെ 3 സീക്വൻസസിന്റെ പ്രത്യേകത അത് ദിസ് ഈസ് ദ റീജിയൻ ഓഫ് എന്താണ് DNA അൺവൈൻഡിങ് എലമെന്റ്. DNA സെപ്പറേഷൻ നടക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ 13 സീക്വൻസസുകളാണ്. ഓക്കെ, ഇനീഷ്യേഷൻ DNA റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സീക്വൻസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണ് 9 സീക്വൻസസുകൾ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മുടെ 245 ബേസ് പേഴ്സ് ഉള്ള ഏകദേശം അത്രയും ബേസ് പേഴ്സ് ഉള്ള ഒരു റീജിയൻ ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ബാക്ടീരിയൽ ഇക്കോളയുടെ ബാക്ടീരിയ ആണെങ്കിൽ ഇത്രയും ഒരു പോർഷനെയാണ് നമ്മൾ ORC എന്ന് പറയുക. ഈ ORCയിൽ 245 ബേസ് പേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ ഇത്രയും റീജിയൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ 13 സീക്വൻസസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ R1, R2, R3, R4 അല്ലെ, R1, R2, R3, R4, R5 5 9 സീക്വൻസസ് ഉണ്ട്, ഈ ബ്ലൂ കളർ ഉള്ളത്. പിന്നെ അതിൽ എന്തൊക്കെയാ ഉള്ളത്? പിന്നെ ഒരു GATC റീജിയൻ ഉണ്ട്, കണ്ടോ? GATC റീജിയൻ, ഈ ഒരു റീജിയൻ GATC എന്ന് പറയുന്ന സീക്വൻസസുകൾ അടങ്ങിയ റീജിയൻ ഉണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്? IHF എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. FIS എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഇത്രയും കമ്പോണൻസ് ആണ് ഒരു ORC സൈറ്റിൽ, ORC റീജിയനിൽ ഉണ്ടായിരിക്കുക. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ എത്ര? 5 9 സീക്വൻസസ്. ആ സീക്വൻസസ് എന്താണ്? TTA or TN, TTA or T, പിന്നെ തമിഴ്നാട് TN. ഓക്കെ, പിന്നെ കാക്ക് CACCC. അപ്പൊ ഇതിന്റെ സീക്വൻസസ് ഒന്ന് പഠിച്ചു വെച്ചോളൂ, വരാൻ ചാൻസ് ഉണ്ട്. എങ്ങാനും വരാണെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത്രയാണ് ORC ഓഫ് പ്രൊക്കാരിയോട്ടിക് റെപ്ലിക്കേഷൻ നടക്കുന്ന ORC റീജിയന്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബാക്ടീരിയൻ ക്രോമസോം ഇസ് എ സിംഗിൾ റെപ്ലിക്കോൺ. ഇനി അടുത്ത പ്രത്യേകതയാണ് പ്രൊക്കാരിയോട്ടിക്കിന്റെ റെപ്ലിക്കോണിന്റെയും യുക്കാരിയോട്ടിക് റെപ്ലിക്കോണിന്റെയും അടുത്ത മെയിൻ ഡിഫറൻസ് ആണ്. ഇവിടെ ഒരു സിംഗിൾ റെപ്ലിക്കോണിനെ ഉണ്ടായിരിക്കുള്ളൂ, മൾട്ടിപ്പിൾ റെപ്ലിക്കോൺ ഉണ്ടായിരിക്കും യുക്കാരിയോട്സിൽ അല്ലെ. അപ്പൊ അതിൽ എത്ര ഉണ്ടാവും? ബേസ് പെയർസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 245 ബേസ് പെയർസ് ലെങ്ത് ഉള്ളതാണ് നമ്മുടെ പ്രൊക്കാരിയോട്സിലെ റെപ്ലിക്കോണിന്റെ ലെങ്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇനി ഇതില് ഈ ഫങ്ഷണൽ ആയിട്ടുള്ള ഈ ബാക്ടീരിയൽ ORCയിൽ എന്തൊക്കെ ഉണ്ടാവും നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? 9 അല്ലെ, DNA ബോക്സസ് എന്ന് പറയും. ഏതാണ്? DNA ബോക്സസ്. DNA ബോക്സസ് എന്ന് പറഞ്ഞാൽ DNA പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണ്. DNA ബോക്സസ് 9 സീക്വൻസസുകളാണ്. ഇനീഷ്യേറ്റർ DNA പ്രോട്ടീൻ ഇനീഷ്യേറ്റർ ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണ്. പിന്നെ എന്താണ്? നമ്മൾ 13 സീക്വൻസസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആ സീക്വൻസ് എങ്ങനെയാ? GAT, CT, NTT, NTTTT അല്ലെ. അങ്ങനെയുള്ള 3 സീക്വൻസുകൾ ഉണ്ട്. ഇതാണ് DNA അൺവൈൻഡിങ് റീജിയൻ എന്നാ പറയാ. DNA അൺവൈൻഡിങ് എലമെന്റ് DUE എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി റെഗുലേറ്ററി സൈറ്റുകളായ GATC അല്ലെ, GATC ന്യൂക്ലിയോടൈഡുകളുള്ള റീജിയൻ ഉണ്ട്. പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞു? FIS എന്ന് പറയുന്ന റീജിയൻ ഉണ്ട് അല്ലെ. GATC അല്ലെ, ഈ റീജിയൻ ആണ് GATC എന്ന് പറയുന്ന റീജിയൻ. ഇതെല്ലാം ഈ ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നത്. പിന്നെ FIS റീജിയൻ ഉണ്ട്, പിന്നെ IHF റീജിയൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ORC എന്ന് പറയുന്ന ബാക്ടീരിയൽ ORCയിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് ഒരു DNA റെപ്ലിക്കേഷൻ നടക്കുന്ന റീജിയൻ. അപ്പൊ ഇത്രയും ഒരു റീജിയനിൽ ORC റീജിയനിൽ 13 സീക്വൻസസുകളുണ്ട്, 9 സീക്വൻസസുകളുണ്ട്. ഇവിടെയാണ് DNA പ്രോട്ടീൻ ഇനീഷ്യേറ്റഡ് പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുക അല്ലെ. അപ്പോൾ ഈ DNA ഇനീഷ്യേറ്റഡ് പ്രോട്ടീൻ ഓൺ ആവാനായിട്ട് അതിലേക്ക് എന്താണ്? അത് ATP ആയിട്ട് ബൈൻഡ് ചെയ്യണം. ഈ ATP പ്രൊവൈഡ് ചെയ്യുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ആവും, എന്നിട്ട് ഇത് ബൈൻഡ് ചെയ്യും, ഇതായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈൻഡ് ചെയ്തതിന് ശേഷം എന്തായിട്ട് മാറും? ഈ ATP ADP ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെയാണ് DNA ഇനീഷ്യേറ്റഡ് പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബൈൻഡ് ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കുക? ബൈൻഡ് ചെയ്തതിന്റെ ഫലമായിട്ട് അല്ലെ
നമ്മുടെ അൺവൈൻഡിങ് സംഭവിക്കണം. അൺവൈൻഡിങ്ങിന് സഹായിക്കുന്ന DNA ഹെലിക്കേസ് ആണ്. DNA ഹെലിക്കേസ് ആണ് DNA B എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്സിൽ അല്ലെ. അപ്പൊ ഹെലിക്കേസ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ 30 മേഴ്സ് സീക്വൻസസിന്റെ അവിടെ ഒരു അൺവൈൻഡിങ് സംഭവിക്കും. ഈ എവിടെയാണ് ഹെലിക്കേസിന്റെ ആക്ഷൻ മൂലം അൺവൈൻഡിങ് സംഭവിക്കുന്ന റീജിയൻ ഏതാ? അൺവൈൻഡിങ് എന്ന് പറഞ്ഞ സെപ്പറേഷൻ ഓഫ് ദി സ്റ്റാൻഡ് അല്ലെ, അത് 30 മേഴ്സ് സീക്വൻസസിന്റെ അവിടെയാണ്. ഇത്രയാണ് നമ്മൾ എന്താ പറയുന്നത് പ്രൊക്കാരിയോട്സിന്റെ ഇനീഷ്യേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്. ORCയിൽ 330 സീക്വൻസസുകൾ ഉണ്ട്. ആ സീക്വൻസസുകൾ എന്ന് പറഞ്ഞത് GAT, CT, NT, NTT ആണ്. പിന്നെ 9 മർ സീക്വൻസസുകൾ 5 എണ്ണം ഉണ്ട്. അത് TT, AOT, പിന്നെ എന്താണ് തമിഴ്നാട് TN അല്ലെ, പിന്നെ CA കാക്ക്, CACC. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ റീജിയൻ ഉണ്ട്? IHF റീജിയൻ ഉണ്ട്, GATC റീജിയൻ ഉണ്ട് അല്ലെ. ഈ ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നത് GATC ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുന്ന റീജിയൻ ആണ്. പിന്നെ IHF ഉണ്ട്, പിന്നെ FIS ഉണ്ട്. ഇത്രയാണ് ഉള്ളത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് ബാക്ടീരിയൽ DNA എന്ന് വിചാരിക്കുക. ബാക്ടീരിയത്തിന്റെ മെമ്പറിൻ, ഇതിലെ ഈ മെമ്പറിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് അതിൽ DNA കാണപ്പെടുന്നത് അല്ലെ. ബാക്ടീരിയ DNA കാണപ്പെടുന്നത് അതിന്റെ പ്ലാസ്മ മെമ്പറിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആയിരിക്കും ORC റീജിയൻ, റെപ്ലിക്കേഷൻ റീജിയൻ ഉള്ളത് അല്ലെ. റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ORC റീജിയൻ. അപ്പൊ ORC റീജിയനില് DNA എന്ന് പറയുന്നത് മെമ്പറിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ മെമ്പറിനിൽ നമുക്കറിയാം പ്ലാസ്മ മെമ്പറിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഈ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇനീഷ്യേഷനെ സഹായിക്കുന്ന ഒരു കീ പാർട്ടിസിപ്പന്റ് ആണ് നമ്മുടെ പ്ലാസ്മ മെമ്പറിലുള്ള ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ മെമ്പറിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന DNA ഉള്ള പോർഷൻസിലാണ് എന്ത് നടക്കുള്ളൂ? റെപ്ലിക്കേഷൻ നടക്കുള്ളൂ. ഇപ്പോൾ DNA അറ്റാച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് ആയിട്ട് അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറിനായിട്ട് അറ്റാച്ച് ചെയ്യാത്ത ഭാഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് റെപ്ലിക്കേഷൻ നടക്കില്ല എന്നുള്ളൊരു പോയിന്റ് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്താ പറഞ്ഞത്? GATC റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. എന്തൊക്കെയുണ്ട്? 30 മർ സീക്വൻസസുകൾ 3 എണ്ണം ഉണ്ട്, 9 മർ സീക്വൻസസുകൾ 5 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ പിന്നെ എന്താ ഉള്ളത്? നമ്മളെ GATC റീജിയൻസ് എന്ന് പറഞ്ഞ ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നത് GATC റീജിയൻ അല്ലെ. ഈ GATC റീജിയന്റെ പ്രത്യേകത കൂടി പഠിക്കാം. GATC സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, GATC സീക്വൻസസ് എന്ന് പറയുന്നത് എന്താണ് അവരുടെ പ്രത്യേകത? ഓക്കെ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് GATC ഇൻ ബാക്ടീരിയൽ ജീനോം എന്താന്ന് പഠിക്കാം. അതിന് മുൻപായിട്ട് ഈ GATCയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം അല്ലെ. അതായത് ഈ GATCയിലെ GATC എന്ന് പറയുന്ന ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസിലെ അഡനിന് എന്ത് നടക്കണം? മെഥിലേഷൻ നടക്കണം. ഓക്കെ, അപ്പൊ ORC റീജിയനിലെ GATC എന്ന് പറയുന്ന സീക്വൻസിലെ അഡനിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡിൽ മെഥിലേഷൻ സംഭവിക്കണം. ആ ന്യൂക്ലിയോടൈഡിന്റെ രണ്ട് സ്റ്റാൻഡ് ഉണ്ടായിരിക്കല്ലോ. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിലെ 2 സ്റ്റാൻഡിലും മെഥിലേഷൻ സംഭവിക്കണം. ഈ 2 സ്റ്റാൻഡിലും GATC എന്ന് പറയുന്ന അതിന്റെ കോംപ്ലിമെന്ററി സ്റ്റാൻഡിലെ Aയിലും മെഥിലേഷൻ സംഭവിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള എന്താ പറയാ ഫുള്ളി മെഥിലേറ്റഡ് DNA എന്ന് പറയും അല്ലെ. എങ്കിൽ മാത്രമേ ഫുള്ളി മെഥിലേറ്റഡ് ആയിട്ടുള്ള GATC റീജിയനിലെ 2 കോംപ്ലിമെന്ററി GATCയിലും 5' 3' ഒരു GATC ഉണ്ടെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ട് 3' 5' ഡയറക്ഷനിൽ ഒരു GATC ഉണ്ടാവും. ആ 2 സ്റ്റാൻഡിലും നമ്മൾ റെപ്ലിക്കേഷൻ നടക്കാൻ പോകുന്ന 2 ORC റീജിയനിലെ 2 സ്റ്റാൻഡിലും ഏതാണ്? 2 DNA സ്റ്റാൻഡിലും A എന്ന് പറയുന്നത് GATCയിലെ A ന്യൂക്ലിയോടൈഡ് മെഥിലേറ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ അതായത് നമ്മുടെ റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റിംഗ് പ്രോട്ടീൻ എന്നല്ലേ, ഏതാണ്? DNA പ്രോട്ടീൻ. ഈ DNA പ്രോട്ടീൻ ആക്ടിവേറ്റ് ആവണമെങ്കിൽ, സ്വിച്ച് ഓൺ ആവണമെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് അതിന് ATP പ്രൊവൈഡ് ചെയ്ത് അത് ആക്ടിവേറ്റ് ആവുമല്ലോ. അപ്പൊ ആ ഒരു കോംപ്ലക്സിനെ DNA ATP എന്ന് പറയും. ഈ DNA ATPക്ക് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്തിൽ മാത്രമാണ് അത് വന്ന് ഇനീഷ്യേഷൻ അതിന് ഏതൊരു പോർഷനെയാണ് അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ? അതായത് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഈ DNA ATP എന്ന് പറയുന്ന കോംപ്ലക്സ് റെക്കഗ്നൈസ് ചെയ്യണം. ആരെയാണ്? മെഥിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് അല്ലെ. GATCയില് A എന്നുള്ള
ന്യൂക്ലിയോടൈഡ് മെഥിലേഷൻ സംഭവിക്കണം. ഈ 2 സ്ട്രാൻഡും മെഥിലേഷൻ സംഭവിച്ചിട്ടുള്ള GATC മാത്രമാണ് നമ്മുടെ ഇനീഷ്യേറ്റിംഗ് പ്രോട്ടീൻ ആയിട്ടുള്ള റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റിംഗ് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള DNA ATPക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മെഥിലേഷൻ സംഭവിച്ച GATC റീജിയനിൽ രണ്ടിനും മെഥിലേഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യില്ല, അപ്പൊ റെപ്ലിക്കേഷൻ ഫെയിലിയർ ആവും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് GATC. ഇത് മെഥിലേറ്റഡ് ആണ്. ഇതൊരു നമ്മുടെ OAS റീജിയനിലെ GATC പോർഷൻ ആണ്. ഇവിടെ A മെഥിലേറ്റഡ് ആണ്, ഇവിടെ Aയും മെഥിലേറ്റഡ് ആണ്. അപ്പൊ ഫുള്ളി മെഥിലേറ്റഡ് എന്നാ ഇതിനെ പറയാ. ഈ ഫുള്ളി മെഥിലേറ്റഡ് ആയിട്ടുള്ള ഇനീഷ്യേഷൻ സംഭവിക്കുമ്പോൾ DNA ATP റെക്കഗ്നൈസ് ചെയ്യും ഇതിനെ. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇനീഷ്യേഷൻ സംഭവിക്കും അല്ലെ. ഇനി റെപ്ലിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ 2 ഡോട്ടർ DNAs ഉണ്ടാവും. അതിനെന്താ പ്രത്യേകത? അതിൽ ഒരാൾ മാത്രമാണ് മെഥിലേഷൻ സംഭവിച്ചിട്ടുള്ളൂ അല്ലെ, പേരന്റൽ സ്റ്റാൻഡ്. അപ്പൊ എന്താ, ഹാഫ് അല്ലെങ്കിൽ സെമി മെഥിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡ്സ് ആയിരിക്കും 2 ഡോട്ടർ DNA ഉണ്ടായിരിക്കും. അപ്പൊ GATCയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? OAS റീജിയനിലെ GATCയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ആ GATC റീജിയനിലെ അഡനിൻ ന്യൂക്ലിയോടൈഡിന് മെഥിലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനീഷ്യേറ്റഡ് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ഏതായിരുന്നത് DNA ATP കോംപ്ലക്സിന് നമ്മുടെ ഫുള്ളി മെഥിലേറ്റഡ് ആയിട്ടുള്ള OAS റീജിയനിലെ GATCനെ മാത്രം ഐഡന്റിഫൈ ചെയ്യാനേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ, ഈ ഫിഗറിൽ നോക്കുമ്പോൾ ഇതെന്താണ്? ഈ റെഡ് കളറിൽ കാണപ്പെടുന്നത് DNA ബൈൻഡിങ് സൈറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു റൗണ്ട് ആയിട്ട് കാണപ്പെടുന്നത് GATC മെഥിലേഷൻ സൈറ്റ് ആണ്. ഓക്കെ, ഇനി DNA ATP ബൈൻഡിങ് സൈറ്റ് ആണ്. ATP ബൈൻഡിങ് DNA Aയും ATP ആയിട്ട് കൂടിച്ചേരണല്ലോ. ആ ബൈൻഡിങ് DNA ATP ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നതാണ് ഇത്. ഇനി സൈറ്റ് ഓഫ് ഇനീഷ്യൽ DNA അൺവൈൻഡിങ്, അത് കണ്ടോ? DNA അൺവൈൻഡിങ്ങിൽ നടക്കുന്ന ഇവിടെയാണ് DNA അൺവൈൻഡിങ് നടക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ഒരു നമ്മുടെ എന്താണ് DNA റെപ്ലിക്കേഷൻ ഇൻ പ്രോകാരിയോട്സിലെ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിലെ കുറച്ച് സ്റ്റെപ്സുകൾ ഉണ്ട്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് DNA A അസംബിൾസ് അറ്റ് 9 അല്ലെ. അപ്പൊ നമുക്കറിയാം DNA A ബൈൻഡ് ചെയ്യുന്ന ഇനീഷ്യേറ്റിംഗ് പ്രോട്ടീൻ ആയിട്ടുള്ള DNA A ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ആണ് 9 സീക്വൻസസുകൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ പ്രിപ്പറേഷൻ DNA അസംബിൾസ് അറ്റ് 90 റീജിയനിൽ വന്ന് അസംബിൾ ചെയ്യും. റിയാക്ടിവേറ്റഡ് ബൈ ഡയ എ. എന്താ ഡയ എ എന്നുള്ളത് പറഞ്ഞു തരാം. ഇതിനെ റീആക്ടിവേറ്റഡ് ബൈ ഡയ എ ആൻഡ് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിന്റ് പറയാനുണ്ട്. എന്താണെങ്കിൽ ഒരു പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ DNA ATP കോംപ്ലക്സ്, അതായത് DNA A ആണ് എന്ത്? ഇനീഷ്യേറ്റിംഗ് പ്രോട്ടീൻ വിച്ച് ഇനീഷ്യേറ്റ് ദ എന്താണ്? റെപ്ലിക്കേഷൻ പ്രൊകാരിയോട്സിലെ റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് DNA A ആണ് അല്ലെ. അപ്പൊ DNA A ATP ആയിട്ട് ബൈൻഡ് ചെയ്താൽ മാത്രമേ അത് ഓൺ ആവുള്ളൂ. ATP പ്രൊവൈഡ് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞു? നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് നമ്മൾ പറഞ്ഞു. റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ പ്ലാസ്മ മെമ്പറിനായിട്ട് അറ്റാച്ച് ചെയ്ത DNA മാത്രമാണ് റെപ്ലിക്കേഷൻ നടക്കുള്ളൂ. ആ പ്ലാസ്മ മെമ്പറിൽ എന്തുണ്ട്? ഫോസ്ഫോലിപ്പിഡ്. അപ്പൊ ഫോസ്ഫോലിപ്പിഡ് ആണ് ATP പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ HDA എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ HDAയും ഫോസ്ഫോലിപ്പിഡുമാണ് നമ്മുടെ റെപ്ലിക്കേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് ഏത് റെപ്ലിക്കേഷന്റെ ഇനീഷ്യേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചപ്പോൾ ആരൊക്കെയാണ്? HDA എന്ന് പറയുന്ന ആളും കമ്പോണന്റും അല്ലെ. പിന്നെ എന്താണ്? ഫോസ്ഫോലിപ്പിഡ്സും ആണ്. ഓക്കെ, അപ്പൊ ഫോസ്ഫോലിപ്പിഡ്സ് ATP പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ATP കിട്ടുമ്പോൾ DNA ATP കോംപ്ലക്സ് ആവും അല്ലെ. അപ്പൊ ATP അപ്പൊ എന്തായിട്ട് മാറും? ATP ADP ആയിട്ട് മാറും. ഒരു ഫോസ്ഫേറ്റ് എടുത്തിട്ട് അത് ആക്ടിവേറ്റഡ് ആയിട്ട് ADP ആയിട്ട് മാറും അല്ലെ. ഈ ATP ADP ആക്കാൻ സഹായിക്കുന്നത് HDA ആണ്. ഓക്കെ, അങ്ങനെ ഇത് ഓൺ ആയിട്ടും ഇതാണ് നമ്മൾ ഈ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് ഇനീഷ്യേഷൻ ഓൺ ആകുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി ഡിഫറെന്റ് സ്റ്റെപ്സ് നമുക്കൊന്നുകൂടെ പറയാം. റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? ഡയ എ എന്ന് പറയുന്ന ഫോസ്ഫോലിപ്പിഡ്സും ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും അല്ലെ, റീആക്ടിവേറ്റ് ചെയ്യും. റെപ്ലിക്കേഷൻ ഇനീഷ്യേഷൻ ബിഗിൻ ചെയ്യും ആ സൈറ്റിൽ വെച്ചിട്ട്. HDA ആൻഡ് DATA കൺവേർട്ട് എന്താണ്? HDA എന്ന് പറയുന്ന ആളും DATAയുമാണ് കൺവേർട്ട് DNA ATP2. അപ്പോൾ ഈ ആക്ടിവേഷൻ പ്രൊസീജിയർ കഴിഞ്ഞു. DNA ATP അല്ലെ. ആ ATPനെ എന്താണ്? ADP ആക്കി മാറ്റുന്നത് HDA ആണെന്ന് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു അല്ലെ.
അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സ് പ്രൊവൈഡ് ചെയ്യ ATP. ഇപ്പോൾ DNA ATP കോംപ്ലക്സ് ഉണ്ടാവും, അപ്പോൾ അത് ഓൺ ആവും അല്ലെ. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഷട്ട് ഡൗൺ ചെയ്യണം. ഇനീഷ്യേഷൻ കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം അല്ലെ. അപ്പൊ HDA ആൻഡ് DATA കൺവേർട്ട് ചെയ്യും. എന്തായിട്ട് DNA ATP കൺവേർട്ട്, അതായത് ആക്റ്റീവായി ഓൺ ആയിട്ടുള്ള DNA ATPനെ HDAയും DATയും കൂടി ചേർന്നിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ADP ആയിട്ട് മാറ്റും. ഓക്കെ, അപ്പൊ ആരാണ് ADP ആക്കുന്ന മാറ്റുന്നത്? അതായത് ഇനീഷ്യേഷൻ ആക്ടിവേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കോംപ്ലക്സിന്റെ ഷട്ട് ഡൗൺ ചെയ്യണേ, അത് ചെയ്യുന്നത് HDAയും DATAയും ആണ്. ഓക്കെ, ഇനി സെക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് A ബൈൻഡ്സ് ഹെമിമെഥിലേറ്റഡ് ORIC പ്രിവെന്റ്സ് ഇമ്മീഡിയറ്റ് റീ ഇനീഷ്യേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞ് 2 ഡോട്ടർ മെഥിലേറ്റഡ് ആയിട്ടുള്ള 2 ഡോട്ടർ DNA ഉണ്ട് അത് പറഞ്ഞു അല്ലെ. ഈ ഡോട്ടർ DNAക്ക് അപ്പോൾ തന്നെ ഇനീഷ്യേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് തടയുന്നത് ആരാണ്? ആ പ്രൊസീജിയറിനാണ് സെക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. സെക്വസ്ട്രേഷൻ സീക്വൻസ് A എന്ന് പറയുന്നത് നമ്മുടെ ഹെമി എഥിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ORC റീജിയൻ ഉണ്ടാവും 2 ഡോട്ടർ സ്റ്റാൻഡിൽ അല്ലെ. അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീ ഇനീഷ്യേഷൻ പ്രിവെന്റ് ചെയ്യുന്നത് സെക്വ A ആണ്. ഈ പ്രൊസീജിയറിനെയാണ് സെക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി DAM മെഥിലേസ് എന്ത് ചെയ്യുന്നു? റീമെഥിലൈസസ് DNA. ഇനി DNA സീക്വൻസ് A റിലീസസ് DNA A ഈസ് റീആക്ടിവേറ്റഡ് ഫോർ ദി നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ, ഇനി DAM മെഥിലൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? നമ്മൾ DNA റീമെഥിലൈസ് ചെയ്യുന്നു അല്ലെ. എന്തുണ്ട് അതിൽ എന്നെ നമ്മൾ മെഥിലേറ്റഡ് ചെയ്തിട്ടുണ്ട്. മെഥിലേഷൻ നടന്നാൽ മാത്രമാണ് എന്ത് നടക്കുള്ളൂ? നമ്മുടെ റെപ്ലിക്കേഷൻ ഇനീഷ്യേഷൻ നടക്കുള്ളൂ അല്ലെ. അപ്പോൾ ഈ റീമെഥിലേറ്റ്സ് DNA സീക്വൻസ് A റിലീസ് ചെയ്യും. അപ്പോൾ സീക്വൻസ് A ആണ് റീ ഇനീഷ്യേഷനെ പ്രിവെന്റ് ചെയ്യുന്നത്. ഇനി കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ സീക്വൻസ് A റിലീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വീണ്ടും അല്ലെ എന്താണ് DNA അഡെനിൻ ന്യൂക്ലിയോടൈഡിനെ അവിടെ മിഥിലേഷൻ സംഭവിക്കും. എന്നിട്ട് DNA വീണ്ടും ATP കിട്ടി ആക്ടിവേറ്റ് ആവും. പിന്നെ ഈ പ്രൊസീജിയർ നെക്സ്റ്റ് റൗണ്ട് ഓഫ് പ്രൊസീജിയർ റെപ്ലിക്കേഷൻ ഇങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളപ്പോൾ ഓൺ ആവാ, ആവശ്യമില്ലാത്തപ്പോൾ ഷട്ട് ഡൗൺ ഓഫ് ആവാ, പിന്നെ വീണ്ടും റീ ഇനീഷ്യേറ്റ് ചെയ്യുക. ഈ പ്രൊസീജിയറുകളൊക്കെ ഇങ്ങനെയാണ് റെപ്ലിക്കേഷനിൽ പ്രൊകാരിയോട്സിലെ റെപ്ലിക്കേഷനിൽ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമ്മളെ സിംഗിൾ റെപ്ലിക്കേറ്ററിൽ ഒരു 245 ബേസ് പെയർ റിക്വയർഡ് ഫോർ ഈക്വളൈ നമ്മൾ പറഞ്ഞതാണ്. 9 മോട്ടീഫ് ഈസ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ ഈക്വളൈ ഇനീഷ്യേറ്ററിന്റെ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് ആരായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 90 മോട്ടീവ്സ് ആണ് അല്ലെ. ആൻഡ് മോട്ടീഫ് DNA ആൻഡ് ഈസ് റിപ്പീറ്റഡ് 5 ടൈംസ് അറ്റ് ORIC. ഇത് എത്ര 9 സീക്വൻസസുകൾ എത്ര ടൈം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 9 സീക്വൻസസുകൾ 5 തവണ റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ഈ 13 മോട്ടീഫ് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അൺവൈൻഡിങ്ങിന് സഹായിക്കുന്നു. ഇനീഷ്യേഷന്റെ സമയത്ത് ഡബിൾ സ്റ്റാൻഡ് DNA സെപ്പറേറ്റ് ചെയ്ത് അൺവൈൻഡിങ്ങിന് സഹായിക്കുന്നു അല്ലെ. ഇത് 3 ടൈം റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ORC റീജിയനിൽ നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു? 11 GATC റിപ്പീറ്റ്സ് ഉണ്ട് അല്ലെ. അതിലെ A എന്ന് പറയുന്നത് 2 സ്റ്റാൻഡിലെയും അഡനിൻ നമ്മൾ മെഥിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫുള്ളി മെഥിലേറ്റഡ് 2 സ്റ്റാൻഡിലെ Aയും ഫുള്ളി മെഥിലേറ്റഡ് ആയാൽ അതിനെ ഫുള്ളി മെഥിലേറ്റഡ് ആയുള്ള ആള് മാത്രമേ ഇനീഷ്യേഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളത് പറഞ്ഞു അല്ലെ. ക്ലിയർ ആയല്ലോ? ഇനി DAM എന്ന് പറയുന്ന മ്യൂട്ടൻസ് അക്യുമുലേറ്റ്സ് ഹെമി മെഥിലേറ്റഡ് പ്രൊഡക്ട്സ് ആഫ്റ്റർ റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷന് ശേഷം ഹെമി മെഥിലേറ്റഡ് ആയിട്ടുള്ള DNA 2 ഡോട്ടർ DNAs ഉണ്ട് അല്ലെ. അതില് അറ്റാച്ച് ചെയ്യും? DAM അല്ലെ. ഇഫ് ദ പ്ലാസ്മിഡ് ഈസ് മെഥിലേറ്റഡ് ഇറ്റ് അണ്ടർഗോ സിംഗിൾ റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ ദെൻ ഹെമി products accumulate, suggesting that hemi-methylated origin cannot be used to initiate replication cycle. അതായത് ഹെമി മെഥിലേറ്റഡ് ആയിട്ടുള്ള ആളുടെ റെപ്ലിക്കേഷൻ നടക്കില്ല, ഫുള്ളി മെഥിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നടക്കുള്ളൂ. അപ്പോൾ ഈ പ്രീ ഇനീഷ്യേഷൻ അപ്പം റെപ്ലിക്കേഷൻ നടന്ന് 2 ഡോട്ടർ DNA വീണ്ടും അപ്പം തന്നെ ഇനീഷ്യേഷൻ നടക്കാതിരിക്കാനായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് അല്ലെ അതിനെ ഇനാക്റ്റീവ് ചെയ്യും അല്ലെ. അപ്പം എന്താ? ഡീമെഥിലേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് സമയത്തിന് റീമെഥിലേഷൻ നടന്ന് 2 ഫുള്ളി മെഥിലേറ്റ് ആയതിനു ശേഷമാണ് നെക്സ്റ്റ് റൗണ്ട് റെപ്ലിക്കേഷൻ നടക്കുക. ക്ലിയർ ആയല്ലോ?
ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഫുള്ളി മെഥിലേറ്റഡ് ആയിട്ടുള്ള ഒറിജിനിന് മാത്രമേ റെപ്ലിക്കേഷൻ നടക്കൂ, ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ അല്ലെ. ഹെമി മെഥിലേറ്റഡ് ഡോട്ടർ ഒറിജിൻ കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ അണ്ടിൽ ദേ ഹാവ് ബീൻ റീസ്റ്റോർഡ് ടു ദി ഫുള്ളി മെഥിലേറ്റഡ്. അപ്പോ ഫുള്ളി മെഥിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡിൽ മാത്രമാണ് ഇനീഷ്യേഷൻ നടക്കൂ. നമുക്ക് റെപ്ലിക്കേഷൻ വഴി ഉണ്ടായിട്ടുള്ള 2 ഡോട്ടർ DNA ഹെമി മെഥിലേറ്റഡ് ആണ്, അവരുടെ റെപ്ലിക്കേഷൻ നടക്കില്ല. അവർ ഫുള്ളി മെഥിലേറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിയതിനു ശേഷം അവരിലെ റെപ്ലിക്കേഷൻ നടക്കുള്ളൂ, ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി വൺ അതർ റീജിയൻ ബിഹേവ്സ് ലൈക്ക് ORC. ഏതാണ് വേറൊരു റീജിയനും കൂടി? ഒരു സിംഗിൾ ORC ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ വേറൊരു റീജിയനും കൂടി ORC ആയിട്ട് ആക്ട് ചെയ്യുന്നു. പ്രൊമോട്ടർ ഓഫ് ദി DNA A gene also shown delay before remethylation begins. While it is hemi-methylated, the DNA A promoter is suppressed, which causes reduction in the level of DNA A protein. അല്ലെ, അപ്പോൾ ഹെമി മെഥിലേറ്റഡ് ആണെങ്കിൽ DNA പ്രൊമോട്ടർ റിപ്രസ് ആവും, അപ്പൊ DNA പ്രൊഡക്ഷൻ കുറയും, അപ്പൊ ഇനീഷ്യേഷൻ നടക്കില്ല. So initiation of replication takes place when GATC at origin is fully methylated. ഇതിന് എന്താ മനസ്സിലായത്? നമ്മുടെ 245 ബേസ് പെയർ ഉള്ള 11 GATC റീജിയൻ ഉണ്ട്. ബേസ് പെയറിലുള്ള OC റീജിയനില് 11 GATC റീജിയൻ ഉണ്ട്. ഈ 11 GATCയിലെ 2 സ്റ്റാൻഡിലും മെഥിലേഷൻ സംഭവിച്ചാൽ മാത്രമാണ് നമ്മുടെ എന്ത് നടക്കുള്ളൂ? പ്രൊകാരിയോട്സിലെ DNA റെപ്ലിക്കേഷൻ നടക്കുള്ളൂ. ഇത്രയും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് എന്താണ് DNA റെപ്ലിക്കേഷന്റെ ഫർദർ സ്റ്റേജസും ഇനീഷ്യേഷനും ഇലോങ്ങേഷനും ടെർമിനേഷനും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും പറഞ്ഞ പോയിന്റ്സിൽ കുറേ നമ്മളുടെ CSIR നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. നൈമർ സീക്വൻസസ്, പിന്നെന്താണ് 13 സീക്വൻസസിന്റെ പ്രത്യേകത, അതിന്റെ സീക്വൻസസ്, പിന്നെ GATC റീജിയന്റെ പ്രത്യേകത എന്താണ്, ഫുള്ളി മെഥിലേറ്റഡ് എന്നും ഹെമി മെഥിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യേറ്റഡ് കോംപ്ലക്സ് ആരാണ്, ഏതാ DNA ATP പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഫോസ്ഫോലിപ്പിഡ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറിനായിട്ട് അറ്റാച്ച് ചെയ്യുന്ന DNA മാത്രമാണ് റെപ്ലിക്കേഷൻ നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. ഇത്രയും കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. അതൊക്കെ ഇതിലെ അത്യാവശ്യമായിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ DNA റെപ്ലിക്കേഷൻ ഇൻ പ്രൊകാരിയോട്സ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.